ആധുനിക കാലത്ത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തൊക്കെയായി, പക്ഷേ നമ്മൾ കാലത്തിന്റെ വികസനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഒരു ജനവിഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ യുവജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ശേഷം ആ തലമുറ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നത് ഞാൻ കാണുന്നു. എനിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അരനൂറ്റാണ്ട് കാലത്തിലധികം ഈ ഭൂമിയിൽ ജയിച്ച് നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു വന്ന ശേഷം എനിക്ക് ശേഷമാണ് തലമുറകൾ എൻ്റെ കമ്മ്യൂണിറ്റി ഞാൻ കാണുന്നു. ഈ കമ്മ്യൂണിറ്റി ആളുകൾ അവരുടെ പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിച്ച് ട്രെയിൻ ചെയ്യുന്നതിന് ഓട്ടോറിക്ഷ ഓടിക്കാൻ നടക്കുന്നു. പക്ഷേ മറ്റ് ജനവിഭാഗങ്ങൾ അവരുടെ തൊഴിൽ വിശ്വകർമ്മൻ്റെ തൊഴിൽ ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഒരു ജ്വല്ലറി മാനുഫാക്ചർ അജയ് നിങ്ങളുടെ മോൾഡ് വർക്ക്ഷോപ്പിൽ എത്ര 200 പേര് വർക്ക് ചെയ്തു. അത് എത്ര വിശ്വസം 10-12 പേര് നമ്മുടെ അടിസ്ഥാന തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നു കരുതിയിട്ട് നമുക്കത് വീണ്ടെടുക്കുവാനുള്ള ഒരു ഇച്ഛാശക്തിയുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഉയർന്നു വരാമെന്ന് കരുതുന്നു. നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, നമുക്ക് അതായത് നമുക്ക് ഇനിയും കുടനിർമ്മാണം നമ്മുടെ ഒരു തൊഴിലായി. കുടനിർമ്മാണത്തിൽ എത്രയെത്ര കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാം. കുടനിർമ്മാണം, ചെറിയ ചെറിയ തഴപ്പായി നിൽക്കുക, ഇതൊക്കെ വിശ്വകർമ്മ ചെയ്യണമെന്നാണ് നമ്മുടെ വിശ്വകർമ്മ എപ്പോഴും ചെയ്യുന്നത്. പക്ഷേ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അവർക്ക് ലഭിക്കുന്ന ഈ സർക്കാരിന് ലഭിക്കുന്ന പരിമിതമായ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും പോലും കഴിയാത്തവരാണ് നമ്മളുടെ ഇന്നുള്ള ഈ 10-30 സംഘടനകളും അവരുടെ നേതാക്കന്മാരും നമ്മൾ വെച്ചത്. ഈ 10-30 സംഘടനകളുടെ നേതാക്കന്മാർ എന്താണ് ചെയ്യുന്നത്? കുട്ടികളെ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഇവർ പിരിച്ചു കൊടുക്കുന്നു. ഇവരുടെ സർക്കാർ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന ദിവസം 1000 രൂപ അടക്കണം, 500 രൂപ അടക്കണം. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ വിശ്വകർമ്മ സംഘടനകളുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ ചെങ്ങന്നൂരിൽ SNDP യോഗം പ്രഖ്യാപിച്ചത് 24 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈഴവ സമൂഹത്തിൽ ചെങ്ങന്നൂർ താലൂക്ക് തലത്തിൽ നിശ്ചയിച്ചത്. വിശ്വകർമ്മ സംഘടനകൾ ഉണ്ടായി ഒട്ടനവധി കാലം കഴിഞ്ഞിട്ടാണ് SNDP. ഇത്രയും കാലമായി ഈ പാവപ്പെട്ട വിശ്വകർമ്മകളിൽ നിന്ന് പിരിച്ചെടുത്ത പണമില്ല. ഇതേക്കുറിച്ച് നടത്താൻ ആരും കൊണ്ടുപോകും. ഇവിടെ വിശ്വകർമ്മന്റെ ഒരു ആസ്ഥാനം കാണണം. കണ്ടുവരുന്നൊക്കെ വന്ന് കാണുന്നത് കാണില്ല. എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ നേതാക്കന്മാരെ എതിർക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നേതാക്കന്മാരെ പക്ഷെ അവരുടെ താല്പര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുവാൻ എങ്ങനെ പുതിയ ഒരു നേതൃത്വം ഉണ്ടാകുന്നു? അതോ ഈ നേതൃത്വത്തിന്റെ പുതിയ പാഠങ്ങൾ ഈ സമൂഹത്തിൽ ചൂഷണം ചെയ്യുന്നു ഈ നേതാക്കന്മാർ? അത് ABCDEF തുടങ്ങി 26 അക്ഷരങ്ങളിലുള്ള നേതാക്കന്മാർ, 26-27 സംഘടനകൾ. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സംഘടനകൾ, ഈ ആളുകൾ, നമ്മളിപ്പോൾ ആധ്യാത്മികതയെ കുറിച്ച് പറയുമ്പോഴും പ്രസന്റേജ് ലൈഫ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകും? അതായത് നമുക്കറിയാം, ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം, രാഷ്ട്രീയ പിൻബലമില്ലാതെ ഒരു സമൂഹത്തിൽ ഉയർന്നിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പിൻബലമില്ലാതെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമൂഹത്തിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് സപ്പോസ് നമ്മുടെ ഗവൺമെന്റ് 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ഉണ്ടെങ്കിൽ ഇവിടുത്തെ 15% വരുന്ന വിശ്വകർമ്മ സമൂഹത്തിൽ അതിന്റെ 15,000 കോടി രൂപയുടെ പദ്ധതികൾ വിട്ടുകൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായി. നമുക്ക് നിയമസഭയിൽ പറയാനാണ്, ലോക്സഭയിൽ പറയാനാണ്, രാജ്യസഭയിൽ പറയാനാണ്. അപ്പോൾ രാഷ്ട്രീയ പിൻബലമില്ലാതെ വിശ്വകർമ്മ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. പൊളിറ്റിക്കൽ എൻട്രി എങ്ങനെ വിശ്വകർമ്മ എങ്ങനെ ഔദ്യോഗിക രംഗത്ത് നമുക്ക് മുന്നേറാം? നമ്മുടെ കുട്ടികളെ നിങ്ങൾ പഠിക്കണം. വിദ്യ കൊണ്ട് മാത്രമേ ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ കഴിയും എന്ന് 100 വർഷങ്ങൾക്ക് മുൻപാണ്, അല്ലെങ്കിൽ അതിനു മുൻപാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അതുകൊണ്ട് വിശ്വകർമ്മരെക്കാളും ഒക്കെ വളരെ വളരെ പിന്നിലായിരുന്നു, എല്ലാ രീതിയിലും പിന്നിലായിരുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻസ് പഠിക്കണമെന്നുണ്ട്. അവരെങ്ങനെ നേടിയത്? അവിടെയാണ് നമ്മൾ വീണ്ടും പറയുന്നത് ഈ മാറ്റം. വിശ്വകർമ്മ സമൂഹം കോടാനുകോടിയുടെ സ്വത്തുക്കളുള്ള 18 കോടി വിശ്വകർമ്മ കഴിയുന്ന ഇന്ത്യ മഹാരാജ്യം. വിശ്വകർമ്മയിൽ മാത്രമാണ് പത്രം നിലനിൽക്കുന്നത്. വിശ്വകർമ്മൻ ജയിലിൽ വന്നു. ഇവിടെ ജാട്ടുകൾക്കുണ്ട്. ജാട്ടുകളെന്ന് ഇവിടെ ലഭിക്കുന്നതിൽ ഏറ്റവും ഇവിടെ മുസ്ലിങ്ങൾക്കുണ്ട്, പിന്നെ ഹിന്ദുക്കളുണ്ട്, ആ വകഭേദത്തിലുണ്ട്, ഈഴവർക്കുണ്ട്.
ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ എന്താണ് ഇതിൽ നിന്നുള്ള ഒരു ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കി നമ്മൾ സ്കൂളിൽ കഴിയാതെ പോയി. കഴിഞ്ഞ 2 വർഷക്കാലം വിശ്വകർമ്മകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഉള്ള ചോദ്യത്തിന് കഴിഞ്ഞ 35 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു മറുപടി നമുക്ക് ലഭിക്കാതെ പോകുന്ന ഒരു മാധ്യമ വിശ്വകർമ്മജനാണ് ഈ ഭൂമിയിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു വെച്ചതെന്ന് മനോരമയോ മാതൃഭൂമിയോ കേരളമോ ചന്ദ്രയോ എഴുതത്തില്ല. അവർക്ക് തന്നെ ആവശ്യം. പക്ഷെ അവർ ചെയ്യും. നിങ്ങൾ കൊണ്ടുപോകുന്ന വാർത്തകൾ ഒരു പബ്ലിഷ് ചെയ്യും. നമുക്ക് വലിയ വിവരമൊന്നുമില്ല. ഈ വാർത്തയല്ല വേണ്ടത്. വിശ്വകർമ്മത്തിന്റെ സംസ്കൃതിയെ കുറിച്ച് ആരെങ്കിലും എഴുതും. കഴിഞ്ഞ 1-2 വർഷക്കാലമായി കർമ്മഭൂമിയിൽ വന്നതിന്റെ ഒരംശം ഏതെങ്കിലും പത്രത്തിൽ മലയാളം കർമ്മഭൂമി എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഞാൻ പത്രത്തിന്റെ ഒരു സെക്ടയെ കുറിച്ച് പറയുന്നത് പത്രമാധ്യമങ്ങൾ മലയാളം കർമ്മഭൂമി എന്ന് പറയുന്ന ഈ ഒരു പത്രം 100 വർഷങ്ങൾ മുമ്പ് തന്നെ കേരളത്തോടേക്കാൾ മെച്ചപ്പെട്ട പത്രമാണെന്ന് കേരളത്തോടെ അങ്ങനെ ഒരു പത്രം നമുക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വിശ്വവിദ്യാലയത്തിൽ പ്രബലന്മാരായിരുന്നു. എന്തിനാണ് ഞങ്ങൾ മനോരമ വായിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പത്രം വിവരമില്ല. അവർക്ക് വിവരമില്ല. ഒരു പത്രം ദ പെൻ ഈസ് മൈറ്റർ ദാൻ സോഡ് എന്ന് പഠിപ്പിക്കുന്ന ആദ്യ പാഠങ്ങൾ പഠിച്ചു വന്നവരാണ്. പേൻ അല്ലെങ്കിൽ അക്ഷരം വാളിനേക്കാൾ ശക്തമാണെന്ന് മൂർച്ചയേറിയതാണെന്ന് പഠിപ്പിച്ച ലോകത്തെ സംഘടനകളും വ്യക്തികളും